ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡൊമിസൈൽ ഡിസൈൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗ് 1 കുറച്ച് പോർഷൻസാണ് ഡിസ്കസ് ചെയ്യുന്നത്. ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗിൽ നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ റെയിൽവേ എഞ്ചിനീയറിംഗിൻ്റെ ഏറ്റവും ഇൻട്രൊഡക്ഷൻ പോർഷനായ കമ്പോണൻസ് ഓഫ് റെയിൽവേ ട്രാക്ക് എന്ന പോർഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമ്മളിവിടെ ഗേജിൻ്റെ കൺസെപ്റ്റും അതുപോലെ ക്യാൻഡിഡ് എഫിഷ്യൻസി, കോണിംഗ് ഓഫ് വീൽസ് എന്നുള്ള കുറച്ച് ടോപ്പിക്കുകളാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സാധാരണ റെയിലിനെ കുറിച്ച് പഠിച്ചപ്പോൾ 2 റെയിലുകൾ സ്ലീപ്പർ വഴി കണക്ട് ചെയ്ത് ഒരു പാത്ത് ക്രിയേറ്റ് ചെയ്തിട്ട് ആ പാത്തിലൂടെയാണ് ട്രെയിൻ മൂവ് ചെയ്യുന്നതെന്ന് നമ്മൾ പറഞ്ഞു. ദ ഗേജ് ഓഫ് എ റെയിൽവേ ട്രാക്ക് ഈസ് ഡിഫൈൻഡ് ആസ് ദ ക്ലിയർ മിനിമം പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഇന്നർ ഫേസസ് ഓഫ് 2 റെയിൽസ്. ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് പോലെ 2 റെയിലിൻ്റെ ഇടയിലുള്ള മിനിമം പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ഗേജ് എന്ന് പറയുന്നത്. ഓക്കെ, പല ടൈപ്പ് ഗേജസ് ഉണ്ട്. മെയിനായിട്ട് 4 ടൈപ്പ് ഗേജസ് ഉണ്ട്: ബ്രോഡ് ഗേജ്, സ്റ്റാൻഡേർഡ് ഗേജ്, മീറ്റർ ഗേജ് ആൻഡ് നാരോ ഗേജ്. ഫിഗർ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടി ക്ലിയർ ആവും. ബോട്ടം സൈഡിലുള്ള ഫിഗർ നിങ്ങൾക്കിവിടെ ഈ ഫിഗറിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലിയർ ആവും. ഏറ്റവും സൈസ് കുറഞ്ഞത് നാരോ ഗേജ്, പിന്നെ മീറ്റർ ഗേജ്, പിന്നെ സ്റ്റാൻഡേർഡ് ഗേജ്, പിന്നെ ബ്രോഡ് ഗേജ്. എല്ലാത്തിൻ്റെയും സൈസ് ഇവിടെ നമ്മുടെ ഈ സ്ലൈഡിൽ കൊടുത്തിട്ടുണ്ട്. ബ്രോഡ് ഗേജ് വിഡ്ത്ത് 1676 mm to 1524 mm. അങ്ങനെ ഓരോന്നിൻ്റെയും സൈസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് മെയിനായിട്ട് 4 ടൈപ്പ് ഗേജസ് ഉള്ളത്. ഇനി നമ്മൾ ഒരു സ്ഥലത്ത് അപ്ലൈ ചെയ്യുന്ന ഏത് ടൈപ്പ് ഗേജാണോ നമ്മളവിടെ സെലക്ട് ചെയ്യേണ്ടത്, ട്രാക്കിൻ്റെ ഗേജ്, റെയിൽ ഗേജ് ഏതാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് എന്നുള്ളത് ആ ഒരു സ്ഥലത്തെ കുറച്ച് കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ അത് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഫോളോയിങ് ആർ ദ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ ചോയ്സ് ഓഫ് എ ഗേജ്. ഫസ്റ്റ് വൺ, ട്രാഫിക് കണ്ടീഷൻ. നമ്മളൊരു ഏരിയയിലെ ട്രാഫിക് കണ്ടീഷൻ ഹൈ ഇൻറ്റൻസിറ്റിയിലുള്ളതാണെങ്കിൽ, അതായത് നല്ല ഹെവി ട്രാഫിക് ഉള്ള ഏരിയ ആണെങ്കിൽ നമ്മളവിടെ വൈഡർ ആയിട്ടുള്ള ഗേജാണ് സെലക്ട് ചെയ്യേണ്ടത്. അതായത് സ്റ്റാൻഡേർഡ് ഗേജിനേക്കാളും സൈസ് കൂടിയ ഗേജാണ് നമ്മളവിടെ സെലക്ട് ചെയ്യേണ്ടത്. അതുപോലെ ഡെവലപ്മെൻറ്റ് ഓഫ് പുവർ ഏരിയാസ്, വളരെ റൂറൽ ആയിട്ടുള്ള ഏരിയ ആണ്, ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഏരിയ ആണ്, അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഏരിയ ആണെങ്കിൽ അവിടെ നമ്മൾ നാരോ ഗേജ് പ്രൊവൈഡ് ചെയ്ത് അവിടെ ഒരു റെയിൽവേ ഫെസിലിറ്റി കൊടുത്ത് അതിനെ നമ്മൾ ഡെവലപ്ഡ് ഏരിയ ആയിട്ട് കണക്ട് ചെയ്യും. അങ്ങനെയാണ് ചെയ്യുക. കോസ്റ്റ് ഓഫ് ദ ട്രാക്ക്, ഈ ഗേജിൻ്റെ സൈസ് കൂടുന്നതിനനുസരിച്ച് നമ്മുടെ ഫണ്ട് കൂടും. അതായത് എക്കണോമിക്കൽ ആയിരിക്കില്ല. സൈസ് കൂടിയ ട്രാക്ക് ഒരിക്കലും എക്കണോമിക്കൽ ആയിരിക്കില്ല. സൈസ് കുറഞ്ഞ ട്രാക്കാണ് മോർ എക്കണോമിക്കൽ. സോ കാശിൻ്റെ, അതായത് അവിടുത്തെ ഒരു കോസ്റ്റിൻ്റെ എക്കണോമിക്കൽ ആയിരിക്കണം സെക്ഷൻ എന്നുള്ളത് നമ്മൾ കൺസെപ്റ്റ് വെക്കുകയാണെങ്കിൽ നമുക്ക് നാരോ ഗേജ് സെലക്ട് ചെയ്യേണ്ടി വരും. നെക്സ്റ്റ് വൺ, സ്പീഡ് ഓഫ് മൂവ്മെൻറ്റ്. ഇഫ് ഹയർ സ്പീഡ്സ് ആർ ടു ബി അറ്റൈൻഡ്, ബ്രോഡ് ഗേജ് ട്രാക്ക് ഈസ് പ്രിഫേർഡ് ടു ദ മീറ്റർ ഗേജ് ഓർ നാരോ ഗേജ് ട്രാക്ക്. നേച്ചർ ഓഫ് ദ കൺട്രി, ഹില്ലി ഏരിയ ഒക്കെ ആണെങ്കിൽ നമ്മളവിടെ നാരോ ഗേജാണ് കൂടുതലായിട്ട് കൊടുക്കുക. അതാണ് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള, മോർ ഫ്ലെക്സിബിൾ ടു ദ സൈറ്റ് കണ്ടീഷൻ. ഓക്കെ, നെക്സ്റ്റ് വൺ ഇസ് ദ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് ഡിഫറെൻറ്റ് ട്രാക്ക് ഗേജസ്. നാരോ ഗേജ് റെയിൽവേ യൂഷ്വലി കോസ്റ്റ്ലെസ് to build because they are usually lighter in construction, using smaller cars and locomotives, as well as smaller bridges, smaller tunnels and tighter curves. Narrow gauge is thus often used in mountainous terrain where the savings in civil engineering work can be substantial. It is also used in sparsely populated area with low potential demand and for temporary railways that will be removed after short-term use, such for as construction, the logging industry, the mining industry, or large-scale construction projects, especially in confined spaces. Broader gauge railways are generally more expensive to build but are able to handle heavier and faster traffic. നമ്മളൊരു കൺസ്ട്രക്ഷൻ സൈറ്റിലേക്ക് സാധനങ്ങൾ എത്തിക്കാൻ, അല്ലെങ്കിൽ മൈനിങ് പ്രോസസ്സ് അതുപോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ നമ്മൾ താൽക്കാലികമായിട്ട് റെയിൽ ഫിക്സ് ചെയ്യുകയാണെങ്കിൽ നമ്മളിവിടെ നാരോ ഗേജ് ഫിക്സ് ചെയ്യും. അതിനുശേഷം നമുക്കത് റിമൂവ് ചെയ്ത് മാറ്റാം. അതുപോലെ തന്നെ ഹില്ലി ഏരിയാസിലെല്ലാം നമ്മൾ നാരോ ഗേജാണ് പ്രൊവൈഡ് ചെയ്യുക. പക്ഷേ നമുക്ക് കുറച്ച് ഹെവി ട്രാഫിക്, അതുപോലെ തന്നെ ഫാസ്റ്റർ ആയിട്ടുള്ള ട്രാഫിക് വേണ്ട സ്ഥലങ്ങളാണെങ്കിൽ നമ്മളവിടെ ബ്രോഡ് ഗേജാണ് സെലക്ട് ചെയ്യേണ്ടത്. നെക്സ്റ്റ് വൺ ഈസ് കോണിംഗ് ഓഫ് വീൽസ്. Wheels are shaped like a cone or made as a conical segment. This
provides an outward slope of 1 in 20 to treads of wheel. This shaping is known as coning of wheels. Coning of wheels has following purposes. It helps outer wheels to travel longer distance than inner wheels and helps to negotiate curves smoothly. Wheels generally remain central on a straight track. However, when vehicles move on a curved track, the outer wheel moves outward due to centrifugal force. It reduces slipping and skidding of wheels. It reduces wear and tear of wheel flanges and rails due to rubbing action of flanges, and it gives smooth riding. സാധാരണ നമ്മളൊരു വീല് പ്രൊവൈഡ് ചെയ്യുമ്പം ഈ ഫിഗർ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. സാധാരണ നമ്മൾ വീല് പ്രൊവൈഡ് ചെയ്യുമ്പം അത് സ്ട്രെയിറ്റ് ആയിട്ടാണ് കൺസെപ്റ്റ് വരുന്നത്, വീല് സ്ട്രെയിറ്റ് ആയിരിക്കും എന്നുള്ള കൺസെപ്റ്റ്. പക്ഷേ ആക്ച്വൽ കേസിൽ ചെറിയ ഒരു സ്ലോപ്പ് കൊടുത്തിട്ടാണ് നമ്മളവിടെ വീല് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഇവിടെ ഫിഗറിൽ നിങ്ങൾക്ക് മനസ്സിലാവും സ്ലോപ്പ് 1 in 20 ആണെന്ന്. 1 in 20 സ്ലോപ്പ് കൊടുക്കുന്നതിനെയാണ് നമ്മൾ കോണിങ് ഓഫ് വീൽസ് എന്ന് പറയുന്നത്. അത് സ്ട്രെയിറ്റ് റോഡിലൂടെ നമ്മൾ പാസ് ചെയ്ത് പോകുമ്പോൾ വാഹനങ്ങൾക്ക് അതൊരു പ്രോബ്ലമായിട്ട് അത് നെഗോഷ്യബിൾ ആണ്. അതുകൊണ്ട് അതൊരു പ്രശ്നമായിട്ട് തോന്നാറില്ല. പക്ഷേ കേവിലൂടെ വാഹനങ്ങൾ പാസ് ചെയ്ത് പോകുമ്പം അത് സൂപ്പർ എലിവേഷനും നമ്മൾ ഈ പറഞ്ഞ റെയിൽവേ ട്രാഫിക് എഞ്ചിനീയറിങ്ങിൻ്റെ ഹൈവേ എഞ്ചിനീയറിംഗ് എല്ലാം പഠിച്ച കൂട്ടത്തിൽ നമ്മൾ പഠിച്ചതാണ്. കേവ് പാസ് ചെയ്ത് പോകുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അതുപോലെ തന്നെ ഈ റെയിൽവേയിലും കേവിലൂടെ ഉള്ള ട്രാക്ക്, ആ ട്രാക്ക് നമ്മുടെ ട്രെയിൻ പാസ് ചെയ്ത് പോകുമ്പം അവിടെ കേവ് സ്മൂത്തായിട്ട് പാസ് ചെയ്ത് പോകാനും സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഉണ്ടാവും എന്ന് പറഞ്ഞു. അതിനെല്ലാം സർവൈവ് ചെയ്യാനും കൂടി വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അതിനെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് സ്മൂത്ത് മൂവ്മെൻറ്റ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു 1 in 20 എന്ന് പറയുന്ന സ്ലോപ്പ് കൊടുക്കുന്നത്. ഇനി കോണിംഗ് ഓഫ് വീൽസ് ഹാസ് certain disadvantages. Pressure of horizontal component near the inner edge of rails has a tendency to accelerate wearing of rails. Pressure of horizontal component tends to turn rails outwardly and consequently the gauge is widened. That causes damage to outer edge of rails if no base plate are provided. In order to minimize the above mentioned disadvantage, the tilting of rails is done, which means rails are not laid flat, but they are tilted inwards. Advantages of tilting: maintains the gauge properly, wear of head of rail is uniform, increase life of sleepers and rails. അപ്പോൾ നമ്മൾ നമ്മുടെ ട്രെയിനിൻ്റെ വീല് 1 in 20 സ്ലോപ്പിൽ കൊടുക്കുമ്പം അത് ഈ റെയിലിലൂടെ പാസ് ചെയ്ത് പോകുമ്പോൾ അവിടെ കുറച്ച് ഡാമേജ്, റെയിൽസിന് ഡാമേജ്, ഔട്ടർ എഡ്ജ് മാത്രം ഡാമേജ് ആയി പോകാനുള്ള ചാൻസ് ഉണ്ട്. സോ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് റെയില് കൂടി നമ്മൾ 1 in 20 സ്ലോപ്പിൽ കൊടുക്കും. വീല് മാത്രമല്ല, റെയില് കൂടി നമ്മൾ 1 in 20 സ്ലോപ്പിൽ കൊടുക്കും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ റെയിലിൽ ഉണ്ടാവുന്ന രണ്ട് സൈഡിലും ഔട്ടർ എഡ്ജും ഇന്നർ എഡ്ജിലും ഉണ്ടാവുന്ന വിയർ ആൻഡ് ടിയർ എല്ലാം സെയിം ആയിരിക്കും. അതുപോലെ പ്രോപ്പർ മൂവ്മെൻറ്റ് നടക്കും. സ്ലീപ്പറിൻ്റെയും റെയിലിൻ്റെയൊക്കെ ലൈഫ് കൂട്ടും. ഫിഗറിൽ നിങ്ങൾക്ക് കാണാം, ഇവിടെ സ്ലോപ്പ്, നമ്മുടെ വീലിൻ്റെ സ്ലോപ്പ് ഇവിടെ 1 in 20 കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ റെയിലിൻ്റെ സ്ലോപ്പും 1 in 20 കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് വൺ, ഗ്രേഡിയൻസ് ആൻഡ് ഗ്രേഡ് കോമ്പൻസേഷൻ. ഹൈവേ എഞ്ചിനീയറിംഗിൽ പഠിച്ച പോലെ തന്നെ മെയിനായിട്ട് 4 ഗ്രേഡിയൻ്റ് ആണ് ഇവിടെ ഉള്ളത്. എനി ഡിപ്പാച്ചർ ഓഫ് ട്രാക്ക് ഫ്രം ലെവൽ ഇസ് നോൺ ആസ് എ ഗ്രേഡ് ഓർ എ ഗ്രേഡിയൻറ്റ്. ഒരു ഗ്രേഡിയൻ്റ് എന്ന് നമ്മൾ പറയുന്നത് ഹൈവേയിൽ നമ്മൾ പേയ്മെൻറ്റിൻ്റെ ഹൊറിസോണ്ടൽ അലൈൻമെൻറ്റിൽ ആ ഒരു പാത്തിലൂടെ ഉണ്ടാകുന്ന ഒരു ഡിപ്രഷനൊക്കെയാണ് നമ്മൾ പറഞ്ഞിരുന്ന ഗ്രേഡിയൻറ്റ്, അല്ലെങ്കിൽ ഹൈറ്റ് കൂടിയ പോർഷൻ അല്ലെങ്കിൽ ഹൈറ്റ് കുറഞ്ഞ സ്ലോപ്പിനൊക്കെയാണ് നമ്മളിവിടെ ഗ്രേഡിയൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇതിൽ ഇതുപോലെ തന്നെ ഒരു റെയിൽവേ ട്രാക്കിന് ഉണ്ടാവുന്ന കട്ടിങ്ങോ അല്ലെങ്കിൽ ഫില്ലിങ്ങോ കൊണ്ടുണ്ടാവുന്ന ആ ഒരു ഡിപ്രഷനും പിന്നെ അതുപോലെ സ്ലോപ്പും ഒക്കെയാണ് നമ്മൾ ഇവിടെയും ഗ്രേഡിയൻ്റ് എന്ന് സൂചിപ്പിക്കുന്നത്. ആൻഡ് അപ്പ് ഓർ റൈസിംഗ് ഗ്രേഡിയൻറ്റ് ഈസ് വൺ വെൻ ദ ട്രാക്ക് റൈസസ് ഇൻ ഡയറക്ഷൻ ഓഫ് മൂവ്മെൻറ്റ്, ആൻഡ് ഡൗൺ ഓർ ഫോളിംഗ് ഗ്രേഡിയൻറ്റ് ഈസ് വൺ വെൻ ദ ട്രാക്ക് ഫോൾസ് ഇൻ ഡയറക്ഷൻ ഓഫ് മൂവ്മെൻറ്റ്. Gradient is measured either by the extent of rise or fall in 100 units horizontal distances, or the horizontal distance travelled for a rise or fall in 1 unit. An alignment which rises
2 meter in horizontal distance of 50 meter would be shown either as 4 in 100 or 4% in or 1 in 25. Gradients are provided on the tracks due to the following reasons: to provide the uniform rate of rise or fall as far as possible, to reach the various stations located at different elevations, and to reduce the cost of earthwork. Various gradients used on railway tracks can be classified under the following heads: ruling gradient, momentum gradient, pusher or helper gradient, gradients at station yards. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തതുപോലെ ഒരു ഹയർ എലിവേഷനിലുള്ള സ്ഥലത്തേക്ക് എത്തിപ്പെടാൻ നമ്മൾ കുറച്ച് എർത്ത് ഫിൽ ചെയ്ത് കൊടുക്കേണ്ടി വരും. അതുപോലെ ലോവർ എലിവേഷനിലേക്കുള്ള സ്ഥലത്തേക്ക് എത്തിപ്പെടാൻ നമ്മളവിടെ എർത്ത് കട്ട് ചെയ്ത് കൊടുക്കേണ്ടി വരും. അങ്ങനെയെല്ലാം ചെയ്ത് നമ്മൾ ഒരു റെയിൽവേ ട്രാക്ക് അലൈൻ ചെയ്ത് ചിലപ്പോൾ റൈസിങ് ഉണ്ടാവും, ചിലപ്പോൾ ഫോളിങ് ഉണ്ടാവും. റൈസ് ഉള്ള സ്ഥലങ്ങളാണെങ്കിൽ റൈസിങ് ആ ഒരു പോർഷനെ നമ്മളവിടെ നിങ്ങൾക്കിവിടെ പറഞ്ഞിട്ടുണ്ട് അപ്പ് ഓർ റൈസിങ് ഗ്രേഡിയൻറ്റ്. അതായത് കട്ട് ചെയ്ത് കൊടുക്കുന്ന പോർഷനെ നമ്മൾ ഫോളിങ് ഗ്രേഡിയൻ്റ് എന്നും ഫിൽ ചെയ്ത് കൊടുക്കുന്ന പോർഷനെ നമ്മൾ റൈസിങ് ഗ്രേഡിയൻ്റ് എന്നും പറയും. അങ്ങനെ ഗ്രേഡിയൻറ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. ഏതൊക്കെ ടൈപ്പ് ഗ്രേഡിയൻ്റാണെന്നുള്ളത് 4 എണ്ണം: റൂളിംഗ് ഗ്രേഡിയൻറ്റ്, മൊമെൻറ്റം ഗ്രേഡിയൻറ്റ്, പുഷർ ഓർ ഹെൽപ്പർ ഗ്രേഡിയൻറ്റ്, ഗ്രേഡിയൻറ്റ്സ് അറ്റ് സ്റ്റേഷൻ യാർഡ്സ്. അതിൽ first one is ruling gradient. The ruling gradient on a section may be defined as the gradient which determines the maximum load that the engine can hold on the section. In other words, it is the maximum gradient allowed to the track section. ഹൈവേ എഞ്ചിനീയറിംഗിൽ പറഞ്ഞ പോലെ തന്നെ റൂളിംഗ് ഗ്രേഡിയൻ്റ് എന്ന് പറയുന്നത് നമുക്ക് അവിടെ അലോ ചെയ്യാൻ പറ്റുന്ന മാക്സിമം ഗ്രേഡിയൻറ്റിനെയാണ് നമ്മളവിടെ റൂളിംഗ് ഗ്രേഡിയൻ്റ് എന്ന് പറയുക. അത് തന്നെയാണ് ഇവിടെയും. ഒരു ട്രാക്കിൽ നമുക്ക് അലോ ചെയ്യാൻ പറ്റുന്ന മാക്സിമം ഗ്രേഡിയൻറ്റിനെ റൂളിംഗ് ഗ്രേഡിയൻ്റ് എന്ന് പറയും. Next one is the momentum gradient. Those gradients on the section which, though more severe than the ruling gradient, do not determine the maximum load of train, but on account their favorable position on track. The train before approaching them acquire sufficient momentum to negotiate them are known as momentum gradient. ഈ റൂളിംഗ് ഗ്രേഡിയൻറ്റും മൊമെൻറ്റം ഗ്രേഡിയൻറ്റും നമ്മുടെ ഹൈവേ എഞ്ചിനീയറിംഗുമായിട്ട് കമ്പയർ ചെയ്ത് പഠിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ അത് തന്നെയാണ് മൊമെൻറ്റം ഗ്രേഡിയൻ്റ് എന്ന് പറയുന്നത്. ഇനി pusher or helper gradient. The important effect of ruling gradient is its limit on locomotive capacity. If ruling gradient is severe, it may mean that during larger portion of its journey, the locomotive would have its unused capacity for carrying higher loads. But if the grade is concentrated in a specific section, such as mountainous section, instead of limiting the train load, it may be operationally easy or even be economical to run the train on the basis of load that the engine can carry on the remaining portion of the track, and arrange for an assisting engine for the portion where the gradient is severe. Such gradients are known as pusher or helper gradient. നമ്മൾ റൂളിംഗ് ഗ്രേഡിയൻറ്റ് പറഞ്ഞപ്പോൾ റൂളിംഗ് ഗ്രേഡിയൻറ്റ് സിവിയർ ആണെന്ന കേസിൽ, അതായത് റൂളിംഗ് ഗ്രേഡിയൻറ്റ് നല്ല സിവിയർ ആയിരിക്കുന്ന കണ്ടീഷനിൽ നമുക്ക് ലാർജർ പോർഷൻ ജേണി ഉണ്ടെങ്കിൽ അവിടെ നമ്മൾ അൺയൂസ്ഡ് കപ്പാസിറ്റി ഓഫ് ക്യാരി ലോഡിൻ്റെ കപ്പാസിറ്റി നമ്മൾ യൂസ് ചെയ്യാതിരിക്കുന്ന കേസിൽ മൗണ്ടൈനസ് ഗ്രേഡിയൻ്റ് ഉള്ള അല്ലെങ്കിൽ ഹില്ലി ഏരിയാസ് കയറുമ്പോൾ നമ്മൾ യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇൻസ്റ്റെഡ് ഓഫ് നമ്മൾ ലിമിറ്റിംഗ് ദ ട്രെയിൻ ലോഡ് നമ്മൾ എന്ത് ചെയ്യും, ഓപ്പറേഷനലി ഈസി ടു ഈവൻ ബി എക്കണോമിക്കൽ ടു റൺ ദ ട്രെയിൻ ഓർ on the basis of load that the engine can carry the remaining portion of track, and arrange for assisting engine for the portion where the gradient is severe. ഒരു പുഷർ എൻജിൻ പ്രൊവൈഡ് ചെയ്യുക. അപ്പോൾ ആ ടൈപ്പ് ഒരു ഗ്രേഡിയൻറ്റിനെ നമ്മൾ ഇവിടെ പുഷർ ഗ്രേഡിയൻ്റ് അല്ലെങ്കിൽ ഹെൽപ്പർ ഗ്രേഡിയൻ്റ് എന്ന് പറയും. Next one, gradients in station yards. The gradients at station yards have to be sufficiently low due to the following reasons. To prevent the movement of standing vehicles on the track to be due to the effect of gravity combined with the strong wind and gentle push, and to prevent additional resistance due to grade on the starting vehicle, which is about twice at the start than the vehicle in motion. അതായത് എപ്പോഴും നമ്മൾ സ്റ്റേഷനിൽ കൊടുക്കുന്ന ഗ്രേഡിയൻറ്റ് വളരെ മിനിമം ആയിരിക്കണം. കാര്യം ഗ്രാവിറ്റീൻ്റെ ബേസിലോ വിൻഡിൻ്റെ ബേസിലോ ഒന്നും ഈ നിർത്തിയിട്ടിരിക്കുന്ന വെഹിക്കിൾ പോകാൻ പാടില്ല. അതുപോലെ തന്നെ ടു പ്രിവെൻറ്റ് അഡീഷണൽ റെസിസ്റ്റൻസ് ഡ്യൂ ടു ഗ്രേഡ് ഓൺ സ്റ്റാർട്ടിംഗ് വെഹിക്കിൾ.
ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഗ്രേഡിയൻസ്. ഏതൊക്കെയാണ് ഗ്രേഡിയൻസ് എന്നുള്ളത് നമ്മൾ പഠിച്ചു. റൂളിംഗ് ഗ്രേഡിയൻറ്റ്, മൊമെൻറ്റം ഗ്രേഡിയൻറ്റ്, പുഷർ ഓർ ഹെൽപ്പർ ഗ്രേഡിയൻറ്റ്, ഗ്രേഡിയൻസ് അറ്റ് സ്റ്റേഷൻ യാർഡ്. ഇനി ഗ്രേഡ് കോമ്പൻസേഷൻ ഓൺ കേഴ്സ്. ഹൈവേ എഞ്ചിനീയറിംഗിലെ പോലെ തന്നെ ഗ്രേഡ് കോമ്പൻസേഷൻ ഇവിടെ സെയിം ആണ്. ദ റൂളിംഗ് ഗ്രേഡിയൻറ്റ് ഈസ് ദ മാക്സിമം ഗ്രേഡിയൻറ്റ് ഓൺ എ പർട്ടിക്കുലർ സെഷൻ. ബട്ട് ഇഫ് കർവ് ലൈസ് ഓൺ റൂളിംഗ് ഗ്രേഡിയൻറ്റ്, ദ റെസിസ്റ്റൻസ് ഡ്യൂ ടു ഗ്രേഡിയൻറ്റ് ഈസ് ഇൻക്രീസ്ഡ് ബൈ ദാറ്റ് due to curvature, and this further increase in resistance beyond the ruling gradient. And in order to avoid resistance beyond the allowable limit, the gradients are reduced on the curves, and this reduction is in gradient is known as grade compensation on curves. And the curve resistance is expressed as percentage per degree of the curve, and the curve resistance is greater at lower speeds. സാധാരണ ഒരു സ്ട്രെയിറ്റ് പോർഷനിലുള്ള കാര്യമല്ല പറയുന്നത്. കേർവിൽ എപ്പോഴും നമ്മൾ റൂളിംഗ് ഗ്രേഡിയൻറ്റ് കറക്റ്റ് മാക്സിമം ഗ്രേഡിയൻറ്റിൽ എത്തിക്കൊടുത്തു കഴിഞ്ഞാൽ കർവ് പാസ് ചെയ്യുമ്പോൾ അവിടെ വീണ്ടും ഒരു ഗ്രേഡിയൻ്റ് ഉണ്ടാവാനുള്ള ചാൻസ് ഉള്ളത് കൊണ്ട് നമ്മളെപ്പോഴും റൂളിംഗ് ഗ്രേഡിയൻറ്റ് ലിമിറ്റ് ചെയ്ത് കൊടുക്കണം. എങ്കിലുള്ളൂ ഈ കേർവ് പാസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന എക്സ്ട്രാ ആ ഒരു പോർഷൻ, ഒരു ഗ്രേഡിയൻറ്റിലുണ്ടാവുന്ന വ്യത്യാസം കവർ ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ റെസിസ്റ്റൻസ് ഡ്യൂ ടു ഗ്രേഡിയൻറ്റ് അവിടെ കൂടും. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഫർദർ ഇൻക്രീസ് തടയാൻ വേണ്ടിയിട്ട് നമ്മളവിടെ റൂളിംഗ് ഗ്രേഡിയൻറ്റിൻ്റെ വാല്യൂ കുറച്ച് ലിമിറ്റ് ചെയ്ത് കൊടുക്കും. അതാണ് ഗ്രേഡ് കോമ്പൻസേഷൻ ഓൺ കേർവ്സ്. ഇനി നമ്മൾ കേർവ്സ് പ്രൊവൈഡ് എക്സ്ട്രാ റെസിസ്റ്റൻസ് ടു മൂവ്മെൻറ്റ് ഓഫ് ട്രെയിൻസ്. ആസ് എ റിസൾട്ട് ഗ്രേഡിയൻസ് ആർ കോമ്പൻസേറ്റഡ് ടു ദ ഫോളോയിങ് എക്സ്റ്റെൻറ്റ് ഓൺ കേർവ്സ്. ബ്രോഡ് ഗേജ് ട്രാക്കിലും മീറ്റർ ഗേജിലും നാരോ ഗേജിലും ഒക്കെ നമ്മൾ കൊടുക്കുന്ന ആ ഒരു കേർവിൻ്റെ കോമ്പൻസേഷൻ്റെ വാല്യൂസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഹൈവേ എഞ്ചിനീയറിംഗിൽ ഇതുപോലൊരു വാല്യൂ പഠിച്ചതാണ്. വെർ ആർ ഈസ് ദ റേഡിയസ് ഓഫ് കർവ് ഇൻ മീറ്റേഴ്സ് ആൻഡ് ദ ഗ്രേഡിയൻറ്റ് ഓഫ് കർവ്ഡ് പോർഷൻ ഓഫ് ദ സെക്ഷൻ ഷുഡ് ബി ഫ്ലാറ്റർ ദാൻ ദ റൂളിംഗ് ഗ്രേഡിയൻറ്റ് ബിക്കോസ് ഓഫ് എക്സ്ട്രാ റെസിസ്റ്റൻസ് ഓഫേർഡ് ബൈ ദ കർവ്. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് ദ സൂപ്പർ എലിവേഷൻ. സൂപ്പർ എലിവേഷനും ഹൈവേ എഞ്ചിനീയറിംഗിലെ പോലെ തന്നെയാണ്. ആൻഡ് നീഡ് ഫോർ സൂപ്പർ എലിവേഷൻ. വെൻ എ ട്രെയിൻ മൂവ്സ് എലോങ് എ കർവ്ഡ് ട്രാക്ക്, centrifugal force is set in, and the centrifugal force act horizontally at the center of gravity of each vehicle, and the centrifugal force has a tendency to overthrow trains outwards, and this increase the weight of outer rail, and level of outer rail is raised with reference to inner rail to counter the centrifugal force. A raised elevation of outer rail above the inner rail at the horizontal curve is termed as super elevation. Raise of our outer edge introduces centripetal force for counteracting the effect of centrifugal force, and this enables train to move faster on the curves and prevents derailment. പേയ്മെൻറ്റിൻ്റെ കേസിൽ നമ്മൾ പേയ്മെൻറ്റിൻ്റെ ഇന്നർ എഡ്ജും ഔട്ടർ എഡ്ജും തമ്മിലുള്ള ഹൈറ്റിൽ കൊടുക്കുന്ന ഡിഫറൻസ്, കർവിൽ കൊടുക്കുന്ന ഹൈറ്റിൽ ഉണ്ടാക്കുന്ന ഡിഫറൻസിനെയാണ് നമ്മൾ സൂപ്പർ എലിവേഷൻ എന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ ഇവിടെയും ഇന്നർ റെയിലും ഔട്ടർ റെയിലും തമ്മിലുള്ള ഹൈറ്റ് ഡിഫറൻസിനെയാണ് നമ്മൾ സൂപ്പർ എലിവേഷൻ എന്ന് പറയുന്നത്. ഈ സൂപ്പർ എലിവേഷൻ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് കർവിലൂടെ വെഹിക്കിൾ പാസ് ചെയ്ത് പോകുമ്പം, ട്രെയിൻ പാസ് ചെയ്ത് പോകുമ്പോൾ ഉണ്ടാകുന്ന സെൻട്രിഫ്യൂഗൽ ഫോഴ്സിനെ കൗണ്ടറാക്ട് ചെയ്യാൻ ഒരു സെൻട്രിപെറ്റൽ ഫോഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. അതുപോലെ തന്നെ ഡീറെയിൽമെൻറ്റ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ് നമ്മൾ ഹൈറ്റ് ഓഫ് റെയിൽ, ഔട്ടർ സൈഡിലുള്ള റെയിലിൻ്റെ ഹൈറ്റ് കൂട്ടിക്കൊടുക്കുന്നത്. ഇതിനെയാണ് നമ്മൾ സൂപ്പർ എലിവേഷൻ എന്ന് പറയാം. സെയിം കൺസെപ്റ്റ് തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. അതിലും ഇതിലും നമ്മൾ പേയ്മെൻ്റ് എന്ന് പറയുന്നു, ഇവിടെ റെയിൽ എന്ന് പറയുന്നു, ആ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിനെ നമ്മൾ സൂപ്പർ എലിവേഷൻ എന്ന് പറയുന്നു. ഇനി ഇതിലെ കുറച്ച് ടേംസ് ആണ് നമ്മൾ പറയുന്നത്. ഡെഫിനിഷൻ ഓഫ് ടേംസ്. Cant or super elevation. Cant or super elevation is the amount by which one rail is raised above the other rail. It is positive when the outer rail on the curved track is raised above inner rail, and it is negative when the inner rail on the curved track is raised above the outer rail. ഇപ്പോൾ പറഞ്ഞ കാര്യം തന്നെയാണ്, നെഗറ്റീവും പോസിറ്റീവും വാല്യൂ ഉണ്ടെന്ന് മാത്രം. ഇനി ഇക്വിലിബ്രിയം സ്പീഡ്. Equilibrium speed is the speed at which the centrifugal force developed during movement of the vehicle on a curved track is exactly balanced by the cant provided. പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന സൂപ്പർ എലിവേഷൻ്റെ വേറൊരു ടേമാണ് ക്യാൻറ്റ് കേട്ടോ. നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന സൂപ്പർ എലിവേഷൻ ഈക്വലായിട്ട് ബാലൻസ് ചെയ്ത് പോകുന്ന ആ ഒരു സ്പീഡിനെയാണ് നമ്മളിവിടെ ഇക്വിലിബ്രിയം സ്പീഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ക്യാൻറ്റ് ഡെഫിഷ്യൻസി. ക്യാൻറ്റ് ഡെഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ ക്യാൻറ്റ് ഡെഫിഷ്യൻസി occurs when a train travels on a curve at a speed higher than equilibrium speed, and it is
difference between theoretical cant required for such higher speed and actual cant provided. ഒരു ട്രെയിനിന് നമ്മുടെ കേവിലൂടെ പാസ് ചെയ്ത് പോകുന്ന സമയത്ത് അവിടെ ക്യാൻഡ് ഡെഫിഷ്യൻസി ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ സൂപ്പർ എലിവേഷൻ തികയാതെ വരിക, പ്രൊവൈഡ് ചെയ്ത സൂപ്പർ എലിവേഷൻ തികയാതെ വരുന്ന കണ്ടീഷനാണ് ക്യാൻഡ് ഡെഫിഷ്യൻസി. അതായത് ഇക്വിലിബ്രിയം സ്പീഡിനേക്കാൾ സ്പീഡ് കൂടിയ രീതിക്ക് വാഹനം അതിലൂടെ പാസ് ചെയ്ത് പോകുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ കണ്ടീഷൻസ് ഒന്നും സാറ്റിസ്ഫൈ ചെയ്യാതെ തിയററ്റിക്കൽ നമ്മൾ കൊടുത്ത ക്യാൻഡ് അവിടെ സഫിഷ്യൻ്റ് ആവാതെ വരികയും അതിനെ നമ്മൾ ക്യാൻഡ് ഡെഫിഷ്യൻസി എന്ന് പറയുകയും ചെയ്യുന്നു. ക്യാൻഡ് എക്സസ് എന്ന് പറഞ്ഞാൽ ക്യാൻഡ് എക്സസ് ഒക്കേഴ്സ് വെൻ ദ ട്രെയിൻ ട്രാവൽസ് ഓൺ എ കർവ് at a speed lower than the equilibrium speed. It is the difference between actual cant and theoretical cant required for such a lower speed. അതായത് ഇക്വിലിബ്രിയം സ്പീഡിനേക്കാൾ കുറഞ്ഞ രീതിക്കുള്ള സ്പീഡിൽ വാഹനം അവിടെ പാസ് ചെയ്ത് പോകുന്ന സമയത്ത് അവിടുത്തെ കൊടുത്ത ക്യാൻഡ് ഓവറായിട്ട് വരികയാണ്. അതായത് സൂപ്പർ എലിവേഷൻ, അത്രയും സൂപ്പർ എലിവേഷൻ്റെ ആവശ്യം അവിടെ വരുന്നില്ല എന്നുള്ള ലെവലിൽ. അതിനെയാണ് നമ്മൾ ക്യാൻഡ് എക്സസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ദ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് സൂപ്പർ എലിവേഷൻ. റേഡിയസ് ഓഫ് കർവേച്ചർ, frictional resistance between wheels and rails, body of vehicle, velocity of train and gauge of track. അടുത്തത് ഇക്വിലിബ്രിയം സൂപ്പർ എലിവേഷൻ കാണാനുള്ള ഒരു അല്ലെങ്കിൽ നമ്മൾ പഠിച്ച പോലത്തെ ഇക്വേഷൻ, ഇക്വിലിബ്രിയം സൂപ്പർ എലിവേഷൻ ഈസ് ഈക്വൽ ടു GV²/127R. അതിൽ ഓരോ വ്യത്യാസങ്ങളുള്ള വാല്യൂസ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഇക്വേഷൻ പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. നെക്സ്റ്റ് വൺ ഈസ് ദ ക്യാൻഡ് ഡെഫിഷ്യൻസി. ദ equilibrium cant is provided on the basis of equilibrium speed, average speed or weighted average speed for different trains. But this equilibrium cant or super elevation falls short of that required for the high speed trains. This shortage is called cant deficiency. In other words, cant deficiency is the difference between the equilibrium cant necessary for the maximum permissible speed on curve and the actual cant provided. And this cant efficiency is limited due to two reasons. Higher cant efficiency gives rise to higher discomfort to passengers. Higher cant efficiency means higher would be the balanced centrifugal force and hence extra pressure and lateral force on the outer rails, and this will require strong track and fastening for stability. Cant efficiency എപ്പോഴും നമ്മളൊരു ലിമിറ്റ് ചെയ്ത് നിർത്തും. കാരണം അത് ഡിസ്കംഫോർട്ടാണ് പാസഞ്ചേഴ്സിന്. കൂടാതെ അവിടെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന ഫാസ്റ്റനിങ്ങും എക്യുപ്മെൻറ്റ്സിനെല്ലാം അത് ഡാമേജ് ക്രിയേറ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ ക്യാൻഡ് എഫിഷ്യൻസിയുടെ ലിമിറ്റ് ബ്രോഡ് ഗേജ്, മീറ്റർ ഗേജ്, നാരോ ഗേജ് എല്ലാം സെപ്പറേറ്റ് ആയിട്ട് ഈ ഒരു ടേബിളിൽ കൊടുത്തിട്ടുണ്ട്. അത് നോക്കുക. ഇനി മാക്സിമം പെർമിസിബിൾ സ്പീഡ് ഓൺ കർവ്. ദ മാക്സിമം പെർമിസിബിൾ സ്പീഡ് ഓൺ എ കർവ് ഈസ് ടേക്കൺ ആസ് ദ മിനിമം വാല്യൂ ഓഫ് സ്പീഡ് കാൽക്കുലേറ്റഡ് ബൈ ദ ഫോളോയിങ് മെത്തേഡ്സ്. Maximum sanctioned speed of the section, and this is the maximum speed authorized by additional commissioner of railway, and this is based on the track conditions, type of traction, standards of signaling and interlocking, etc. Safe speed over this curve, and this is the speed calculated by Martin's formula based on the gauge type, or equilibrium speed based on actual cant and cant efficiency for different gauges. Speed based on the consideration of super elevation, and this is calculated by formula of equilibrium super elevation, where the value of super elevation is the sum of full amount of cant efficiency and the actual super elevation. And the above three methods are used for maximum speed determination when the length of transition curve can possibly be increased. But in case length of transition curve cannot be changed, the following fourth method is also used. മെയിനായിട്ട് 3 മെത്തേഡ് വഴി ഈ ഒരു മാക്സിമം പെർമിസിബിൾ സ്പീഡ് കണ്ടുപിടിച്ചിട്ട് അതിലുള്ള 3 എണ്ണത്തിലുള്ള മിനിമം വാല്യൂ ആണ് നമ്മൾ പെർമിസിബിൾ സ്പീഡായിട്ട് സെലക്ട് ചെയ്യുക. അവിടെ ട്രാൻസിഷൻ കേർവിൽ നമുക്ക് ലെങ്ത് ഓഫ് ട്രാൻസിഷൻ കേർവ് ചേഞ്ച് ചെയ്യാൻ പറ്റാത്ത കേസിൽ നമ്മൾ ഈ ഒരു മെത്തേഡും കൂടി അവിടെ യൂസ് ചെയ്യും. സ്പീഡ് ഫ്രം ദ ലെങ്ത് ഓഫ് ട്രാൻസിഷൻ കേർവ്. ദിസ് ഈസ് ലെസർ വാല്യൂ ഓഫ് സ്പീഡ് ഗിവൺ ബൈ ദ ഫോളോയിങ് 2 ഫോർമുല. 2 ഫോർമുല യൂസ് ചെയ്തിട്ടുള്ള ഇതിനകത്തു നിന്നുള്ള ഏറ്റവും കുറഞ്ഞ സ്പീഡാണ് നമ്മളിവിടെ എടുക്കുന്നത്. ഫോർ നോർമൽ സ്പീഡ്സ് അപ് ടു 100 km/h ആണെങ്കിൽ വി മാക്സ് ഇസ് ഈക്വൽ ടു 134 × L/E അല്ലെങ്കിൽ 134 × L/D, where L is the transition curve based on the rate of change of
cant as 38 mm per second for normal speeds and 55 mm per second for high speeds. E is the super elevation, D is the cant efficiency in mm. For higher speeds of above 100 km per hour, V max is equal to 198 into L by E അല്ലെങ്കിൽ 198 into L by D. ഈ രണ്ട് ഇക്വേഷനിൽ, അതായത് ഇ ബൈ ഡി, ഇഒ അല്ലെങ്കിൽ ഡിഒ ഡിനോമിനേറ്ററിൽ വരുന്ന രണ്ട് ഇക്വേഷൻസ്, ഇതിൽ നിങ്ങൾ 100 കിലോമീറ്ററിനേക്കാളും കൂടുതലാണെങ്കിൽ, 100 കിലോമീറ്റർ പെർ അവറിനേക്കാളും കൂടുതലാണ് സ്പീഡെങ്കിൽ നമ്മൾ ഈ രണ്ട് ഇക്വേഷൻ ചെയ്തിട്ട് അതിൽ ഏതാണോ മിനിമം വെച്ചാൽ അതെടുക്കും. അതുപോലെ കൂടുതലാണെങ്കിൽ അപ്പോഴും ഈ വി മാക്സിൻ്റെ രണ്ട് ഇക്വേഷൻസ് ഉണ്ട്, അത് രണ്ട് സോൾവ് ചെയ്തിട്ട് അതിൽ ഏതാണോ മിനിമം വാല്യൂ അതെടുക്കും. അങ്ങനെയാണ് പൊതുവേ ചെയ്യാറുള്ളത്. അപ്പോൾ ഇത്രയാണ് നിങ്ങൾക്ക് റെയിൽവേ എഞ്ചിനീയറിങ്ങിൻ്റെ പോർഷനിൽ പഠിക്കാനുള്ളത്. ഇത്രയും ഭാഗങ്ങൾ നിങ്ങൾ ക്ലിയർ ആയിട്ട് പഠിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം.